പുൽവാമയിൽ പാകിസ്ഥാന് വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുന്നു. പാകിസ്ഥാൻ പറഞ്ഞത് പച്ചക്കള്ളമെന്ന് ഇപ്പോൾ ലോകം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. ഇന്ത്യയിൽ നടന്നതെന്തെന്ന് അറിയാമെന്ന് പാകിസ്ഥാനോട് US പറഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് സുരക്ഷിത താവളം ഒരുക്കരുതെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫെബ്രുവരി 14 ഇന്ത്യയിൽ നടന്നത് എന്താണെന്ന് എല്ലാവരും കണ്ടതാണ്. തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് പോയതിനാലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും പോംപി വ്യക്തമാക്കുന്നു. തീവ്രവാദത്തിനെതിരെ പാകിസ്ഥാൻ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിലും US-ലെ മുൻ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി പാക് സർക്കാരിനെതിരായ നിലപാടുകളുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ടു പോകുമെന്ന് മൈക്ക് പോംപി വ്യക്തമാക്കി. പാകിസ്ഥാനെതിരായ നടപടികൾക്ക് ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാക് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രസ്താവന എന്നുള്ളത് ശ്രദ്ധേയമാണ്. നേരത്തെ ഇന്ത്യൻ പോർവിമാനങ്ങൾ വ്യോമാക്രമണം നടത്തിയ പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ ഭീകര ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നതിന് തെളിവുണ്ടെന്ന റിപ്പോർട്ടുകൾ വലിയ ചർച്ചയായിരുന്നു. ഇന്ത്യൻ ആക്രമണത്തിൽ ഏതാനും മരങ്ങൾക്ക് മാത്രമാണ് കേടുപാടുകൾ ഉണ്ടായതെന്ന പാക് നിലപാടിന് മറുപടിയായി ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമമായ ഫസ്റ്റ് പോസ്റ്റാണ് അന്ന് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. സംഭവസ്ഥലം സന്ദർശിക്കാൻ ശ്രമിച്ച റോയിട്ടേഴ്സ് ലേഖകരെ 3 തവണ പാക് സൈന്യം വഴിയിൽ തടഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ റിപ്പോർട്ടും വന്നിരിക്കുന്നത്. ഏതായാലും അതിനൊപ്പം ഇപ്പോൾ അമേരിക്ക വീണ്ടും പാകിസ്ഥാനെതിരെ വന്നിരിക്കുന്നു. ഇന്ത്യയിൽ നടന്നത് എന്താണെന്ന് അറിയാമെന്ന് പാകിസ്ഥാനോട് അമേരിക്ക ആവർത്തിക്കുമ്പോൾ അതൊരു വലിയ മുന്നറിയിപ്പാണ്. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് സുരക്ഷിത താവളം ഒരുക്കരുതെന്ന് US ആവർത്തിക്കുമ്പോൾ ഇനി പാകിസ്ഥാൻ പേടിക്കണം, ഇനി കരുതിയിരിക്കുകയും വേണം. ഫെബ്രുവരി 14 ഇന്ത്യയിൽ നടന്നത് ലോകം മുഴുവൻ അപലപിച്ചതാണ്. തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് പോയതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രശ്നമുണ്ടായെന്ന് US ആവർത്തിക്കുമ്പോൾ വ്യക്തമാണ് പാകിസ്ഥാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത്. തീവ്രവാദത്തിനെതിരെ പാകിസ്ഥാൻ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ US-ലെ മുൻ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഡൊണാൾഡ് ട്രംപും US സർക്കാരും ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്നുള്ള സൂചനകൾ പ്രത്യേകിച്ചും ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇന്ത്യക്കൊപ്പം അണിനിരന്നിരിക്കുന്ന സാഹചര്യത്തിൽ മസൂദ് അസറിനെ അടക്കം കരിമ്പട്ടികയിൽപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വിജയം കണ്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ പാകിസ്ഥാനെതിരെ US പ്രസിഡന്റ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, US ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ് ഇതൊരു സൂചനയാണ്. പാകിസ്ഥാന് മാത്രമല്ല, പ്രത്യക്ഷമായും പരോക്ഷമായും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചൈന അടക്കമുള്ള ലോകരാജ്യങ്ങൾക്കുള്ള വലിയ മുന്നറിയിപ്പാണ്. അതായത് തീവ്രവാദികൾക്ക് സുരക്ഷിത താവളം ഒരുക്കിയാൽ ഇനി പിടി വീഴും എന്ന് തന്നെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപി ഒരിക്കൽ കൂടി പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ചൈനയ്ക്ക് കൂടി ബാധകമാണ്. ഇന്ത്യയോട് കളിച്ചാൽ ഇങ്ങനെയായിരിക്കും ചൈനയുടെയും പാകിസ്ഥാന്റെയും ഫലം എന്നുള്ളതിന്റെ സൂചനകൾ അത് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.